ദൈവജനമായ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനിങ്ങനെ അവസരം ലഭിച്ചത് ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘമായ ഉപവാസ പ്രാർത്ഥനകൾക്ക് ദൈവജനം നമുക്ക് ആധാരമാണ്. വേദോസത്തിലെ ഭക്തന്മാരൊക്കെ ദീർഘമായി ഉപവസിച്ചിട്ടുള്ളവരാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മോശ 40 ദിവസം ഉപവസിച്ചുകൊണ്ട് 2 പ്രാവശ്യമാണ് സീനായി പർവ്വതത്തിലായത്. ഏലിയാവ് ചൂരച്ചെടിയുടെ നടയിൽ വെച്ച ദൈവത്തിന്റെ ദൂതൻ കൊടുത്തതായ അപ്പത്തിന്റെ ബലത്തിൽ 40 ദിവസമാണ് ഉപവസിച്ചുകൊണ്ട് അവന് യഹോവയുടെ പർവ്വതമായ ഹോരേബ് വരെ അവന് ഓടിച്ചത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദീർഘമായ 40 ദിവസങ്ങൾ ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചെയ്തത്. കർത്താവിന്റെ ഉപവാസത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക മതം എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്കത് വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. അതായത് കേൾപ്പിച്ച കാര്യം. ഉപവാസം കഴിഞ്ഞ യേശുവിന് വിശപ്പുണ്ടാകും. ഞാനും ഇവിടെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ 21 ദിവസം 3 വർഷം ഞാൻ ഉപവസിച്ചു. എൻ്റെ ദൈവമേ, 21 ദിവസം ഉപവസിച്ചിട്ട് എനിക്ക് 21 വട്ടമല്ല വിശപ്പ് വന്നത്, അത് കൂടുതൽ വിശപ്പ്. 3 ദിവസം ഉപവസിച്ചാൽ എനിക്ക് 30 വട്ടം വിശപ്പ് വരും. ഇതാ യേശുവിന്റെ ഉപവാസവും നമ്മുടെ ഉപവാസം നമ്മുടെ വ്യത്യാസം. അവിടെ നമ്മൾ വായിച്ച പദം ഉപവാസം കഴിഞ്ഞ യേശുവിന്റെ വിശപ്പ്. അതിന്റെ അർത്ഥം ഉപവാസ ദിവസങ്ങളിൽ ഒന്നും വിശന്നിട്ടില്ല. എനിക്ക് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഈ ഉപവാസ ദിവസങ്ങളിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാകുവാൻ പ്രാർത്ഥിക്കുന്നതോടെ തെറ്റില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ഉപവാസത്തിന്റെ ഇടയ്ക്ക് നമുക്ക് വിശപ്പ് വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ ഉപവാസം കഴിയുന്നിടം വരെ അതേപോലെ ഉപവാസം കഴിഞ്ഞിട്ട് വിശന്നാൽ കുഴപ്പമില്ല, ഇഷ്ടം പോലെ കഴിക്കാറ്. ഉപവാസ ദിവസങ്ങളിൽ വിശക്കാതെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കൃപ ലഭിച്ചാൽ ഏറ്റവും നല്ല കാര്യം. ഉപവാസം കഴിഞ്ഞാൽ യേശുവിന് വിശക്കും. 21 ദിവസം ദാനിയേൽ ഉപവസിച്ചു. ആ ഉപവാസ ദിവസങ്ങളിൽ പലവട്ടമാണ് ദൂതൻ വന്ന ദാനിയേലിനെ തൊട്ട്. അത് നമ്മുടെ ഉപവാസ ദിവസങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ ഉപവാസം വിജയപ്രദമായി. നമുക്ക് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. 21 ദിവസം എന്നോട് അപ്പൊ 21 ദിവസമായി ദാനിയേൽ ഉപവസിച്ചത്, ഭക്ഷണമൊക്കെ വിളിക്കും. ആ 21 ദിവസവും പാർശ്വരാജ രാജ്യത്തിന്റെ പ്രഭു ഈ ഗബ്രിയേലിനെ തടഞ്ഞു. അവന്റെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയും ആരംഭ ദിവസം തന്നെ ദൈവ ഗബ്രിയേൽ ദൂതന്റെ കയ്യിൽ പ്രാർത്ഥനയുടെ മറുപടി കൊടുത്തയച്ചു. എന്നാൽ ഇരുട്ടിന്റെ ശക്തികൾ പിശാച് ഇവനെ 21 ദിവസം തടഞ്ഞു. ഒരു പ്രധാന ദൂതനായ മീഖായേൽ വരുന്നുണ്ട്, ബാഴ്സിപ്രഭുവിനെ വെട്ടി മാറ്റുന്നുണ്ട്. ഗബ്രിയേൽ ദാനിയേലിന്റെ അടുക്കൽ വരുന്നുണ്ട്. ആ ദാനിയേലിനോട് ഗബ്രിയേൽ പറയുകയാണ്, ഞാൻ യാത്ര തുടങ്ങിയിട്ട് 21 ദിവസമായി, എന്നാൽ ബാഴ്സിപ്രഭു എന്നെ തടഞ്ഞു. മീഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ 21 ദിവസവും ദാനിയേൽ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്. പലവട്ടം ദൈവം എന്നെ തൊടുന്നു, ദൂതൻ എന്നെ തൊടുന്നു. 10-ാം വാക്യം വായിച്ചേ.
എന്നാലേ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളങ്കയും ഊന്നി വിറയലോടെ നിൽക്കുമാറാണ്. ഉപവാസ ദിവസങ്ങളിൽ തൊടുന്ന ദൈവത്തിന്റെ കൈകളും ദൈവത്തിന്റെ സ്പർശനങ്ങൾ ഉപവാസ ദിവസങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നവർ അവനെ ഒന്ന് തൊട്ടു, അവനെ ബലപ്പെടുത്തും. രണ്ടാമതായിട്ട് 16-ാം വാക്യത്തിൽ, അപ്പോൾ മനുഷ്യനോട് സദൃശനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു, ഉടനെ വായു തുറന്ന് ഞാൻ സംസാരിച്ചു. ഒന്നാമത് അവനെ തൊട്ടു, ശാരീരികമായി അവൻ ബലപ്പെട്ടു. രണ്ടാമത് അവനെ തൊട്ടത് അവന്റെ നാവിനെ തൊട്ടു, അവൻ നാവെടുത്ത് സംസാരിക്കുവാനായിട്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഉപവാസ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ നാവിന്റെ കെട്ടുകൾ അരിക്കണം. ലജ്ജ കൂടാതെ സാക്ഷിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, അന്യഭാഷകൾ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ നാവിനെ തൊടുന്ന ദിവസങ്ങളായി ചെയ്യണം ഈ ഉപവാസ ദിവസങ്ങൾ. ഇതുവരെ ആത്മാവിനാൽ അറിയാത്തവർ ഈ ഉപവാസ ദിവസങ്ങളിൽ ആത്മാവിനാൽ നടന്ന് നാവെടുത്ത് ദൈവത്തെ അന്യഭാഷകളെ സ്തുതിക്കുന്ന കാഴ്ച ആത്മാവിൽ കണ്ടുവന്ന് തന്നെ ഞാൻ ഈ മൂന്ന് വിളിച്ചു പറയുക. ഇതുവരെ ആത്മാവിൽ അറിയാത്ത ജീവിതങ്ങളിൽ ഉപവാസ ദിവസങ്ങളിൽ ആത്മാവിനാൽ നിറയപ്പെടും. ദൈവസഭയുടെ മുഖച്ഛായയ്ക്ക് മാറ്റം വരുന്ന ഉപവാസമായി ഇതുവരെ നടന്നതുപോലുള്ള ഉപവാസമല്ല. ഈ ഉപവാസ ദിവസങ്ങളിൽ ദൈവം ഉപവാസത്തിൽ തന്നെ മാറ്റങ്ങൾ കൽപ്പിക്കുന്നവരാണ്. ആദ്യം ദാനിയേലിനെ തൊട്ടു, രണ്ടാമത് അവനെ നാവിനെ തൊട്ടു. തൊടുന്നത് അവസാനിക്കുന്നില്ല. അതിന്റെ 18-ാം വാക്യം വായിക്കാം. 18-ാം വാക്യം. അപ്പോൾ നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം മതി. അപ്പോൾ ആവർത്തിച്ച് തൊടുന്ന ഒരു കരം ദാനിയേലിന്റെ ഉപവാസ ദിവസങ്ങളിൽ ആദ്യോടന്തം അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഉപവാസത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാകുന്നു. ദൈവത്തിന്റെ കരസ്പർശനം അനുഭവിക്കാൻ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി അവന്റെ കരസ്പർശനങ്ങൾ അനുഭവിക്കുന്ന ഉപവാസങ്ങളായി തീരണം. ഉപവാസത്തിന്റെ സാധ്യതകൾ അനവധി. ഉപവാസത്തിന്റെ സാധ്യതകൾ നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്നതിലും അനന്തമായ സാധ്യതകളാണ് ഉപവാസത്തിലുള്ളത്. നേരത്തെ കഥാദാസൻ പറഞ്ഞ വാക്യം മത്തായി സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പാസ്റ്റർ ശോഭൻ മാത്യു ഇവിടെ ഉദ്ധരിച്ചു. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞുപോയി. ഉപവാസത്തിന്റെ ഒന്നാമത്തെ സാധ്യത ജാതീയ ബന്ധനങ്ങൾ, അന്ധകാര ശക്തികൾ അഴിഞ്ഞു മോപോടുന്നത്, അഴിഞ്ഞു മാറുന്നത് നമ്മുടെ ഉപവാസ ദിവസങ്ങളിലാണ്. അത് സംഭവിക്കണം. ദൈവസഭയെ വർഷങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജാതീയ ശക്തികളിൽ നിന്ന് സമ്പൂർണമായ വിടുതൽ സഭ ഏറ്റെടുക്കത്തക്കവണ്ണം, കുടുംബങ്ങൾ ഏറ്റെടുക്കത്തക്കവണ്ണം ഈ ഉപവാസം സാധനീയ ഉദാഹരണമായി തീരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഉപവാസത്തിന്റെ ഒന്നാമത്തെ സാധ്യത ജാതീയ ശക്തികൾ മാറ്റപ്പെടും. യെശയ്യാപ്രവചനം 58-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കണം, നുകത്തിന്റെ അമിക്കരകളെ തകർക്കണം. എന്നിട്ട് പറയുന്നു, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം നടക്കുമ്പോൾ അന്യായ ബന്ധനങ്ങൾ അഴിയപ്പെടും, നുകത്തിന്റെ അമിക്കരകൾ അഴിയപ്പെടും. നുകക്കൈ പോലെ നമ്മുടെ തല ഉയരാതെ വണ്ണം, ദൈവസഭയുടെ തല ഉയരാതെ വണ്ണം, ദൈവം ആഗ്രഹിക്കുന്ന വളർച്ചയും വികസനവും തരാതെ വണ്ണം നുകക്കൈ വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ നുകത്തിന്റെ കൈകൾ ഈ ഉപവാസ ദിവസങ്ങൾ ദൈവസഭ
സാമ്പത്തിക ബന്ധനങ്ങൾ തകരും. ഉപവാസത്തിന്റെ രണ്ടാമത്തെ സാധ്യത രോഗശാന്തി നടക്കണം. ഉപവാസങ്ങളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ രോഗികൾ സൗഖ്യമാകും. നമ്മുടെ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ പൗലോസ് തന്റെ ജഡത്തിലെ ശൂലം മാറുവാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അതൊരു സാധാരണ പ്രാർത്ഥനയല്ല. ആയിരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഊന്നൽ കൊടുത്ത അവിടെ പ്രസ്താവിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അവൻ 3 വട്ടം ആ വിഷയത്തിന് വേണ്ടി മാത്രം വാതിലിരുന്ന അവൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് മൂലഭാഷയിൽ നിന്നൊക്കെ വേദപണ്ഡിതന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവൻ എന്തിനു ഉപവസിച്ചു പ്രാർത്ഥിച്ചു? അവന്റെ ജഡത്തിലെ ശൂലം മാറുവാൻ. അത് രോഗമാണ് അവന്റെ ജഡത്തിലെ ആ ശൂലം എന്ന് പറയുന്നത്. തലവേദനയാ, കണ്ടുവേദനയാ, വയറ്റുവേദനയാന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഇവന്റെ രോഗം എന്താണെന്ന് ചെറിയ സൂചന ബൈബിളിലുണ്ട്. മറ്റുള്ളവർക്ക് അറപ്പ് തോന്നുന്ന ഒരു വല്ലാത്ത അസുഖമായി. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു സൂചന കിടപ്പുണ്ട് ഇവന്റെ ജഡത്തിലെ ശൂലത്തെ പറ്റി. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. എന്റെ ജഡസംബന്ധമായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ മറ്റുള്ളവർക്ക് വെറുപ്പ് തോന്നുന്ന, അറപ്പ് തോന്നുന്ന ഒരു രോഗമാണ്. ഇവന് തലവേദനയാണെങ്കിൽ മറ്റുള്ളവർക്ക് വെറുക്കേണ്ട കാര്യം ഇവനെ അനുഭവിച്ചാൽ മതി. വയറ്റുവേദനയാണെങ്കിൽ ഇവനെ അനുഭവിച്ചാൽ മതി. പക്ഷെ ഇതല്ല. കാണുന്നവർക്ക് വെറുപ്പ് തോന്നുന്നു, അറപ്പ് തോന്നുന്നു. ഈ വാക്യം എടുത്ത ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതാണ് ഇവന്റെ കാല് പൊട്ടി ഇങ്ങനെ ഒഴുകുന്ന ഒരു അസുഖമായി. അപ്പൊ മറ്റുള്ളവർക്ക് ചെല്ലുന്ന വീടുകളിൽ ഒക്കെ മറ്റുള്ളവർക്ക് അസഹ്യം തോന്നുന്ന ഒരു വല്ലാത്ത അസുഖം. ഇത് മാറുവാൻ ഇവൻ 3 വട്ടം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ആ ശൂലം മാറ്റിയില്ല. അത് സഹിപ്പാനുള്ള കൃപ കൊടുത്തു. അതിന്റെ കാരണം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഇവൻ നിഗളിക്കാൻ സാധ്യതയുണ്ട്, നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയ കർത്താവ് ശൂലം മാറ്റുന്നതിന് പകരം സഹിപ്പാനുള്ള കൃപ കൊടുത്തു. ഒന്നുകിൽ നമ്മുടെ ശൂലം മാറ്റും, അല്ലെങ്കിൽ അത് സഹിപ്പാനുള്ള കൃപ തന്നെ. ഈ നടിലേറുകളൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് അങ്ങനെ പൗലോസിനെ പോലെ വെളിപ്പാടിന്റെ ആഴങ്ങളൊന്നും നമുക്കൊന്നുമില്ല, അങ്ങനെ നിഗളിക്കത്തക്കവണ്ണം. അതുകൊണ്ട് ശൂലം മാറി ഒക്കത്തുള്ളൂ. പിന്നെ ആ വല്ലാത്ത വെളിപ്പാടിന്റെ കണ്ടങ്ങ് നിഗളിച്ചു പോയാൽ ശൂലം അവിടെ ഇരിക്കേണ്ട സഹിക്കാൻ കൃപ പോകും. അപ്പോൾ ഉപവാസ ദിവസങ്ങളിൽ നടക്കേണ്ടതാണ്. ഉപവാസത്തിന്റെ സാധ്യത രോഗികൾ സൗഖ്യമാകണം. നമ്മുടെ സഭയിൽ നാടുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന രോഗികളുണ്ട്, ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. ഈ ഉപവാസ ദിവസങ്ങളിൽ നമ്മുടെ രോഗികൾ സൗഖ്യമാകണം. ഉപവാസത്തിന്റെ 1-ാമത്തെ സാധ്യത അന്യായബന്ധനമായി. ഉപവാസത്തിന്റെ 2-ാമത്തെ സാധ്യത രോഗികൾ സൗഖ്യമാകും. ഉപവാസത്തിന്റെ 3-ാമത്തെ സാധ്യത തലമുറകൾക്ക് വിടുതൽ നടക്കണം. ചിലർക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട. അങ്ങനൊന്നും ഉണ്ട്. ഏതവസരം മക്കൾക്ക് വേണ്ടി ഒന്ന് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ വാക്യമാണ്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം, 21-ാം വാക്യം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം. താഴ്ത്തേണ്ടിയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര യഹോവയോട് അപേക്ഷിക്കേണ്ടിയും അഹവാറ്റിന്റെ തീരത്ത് വെച്ച ഞങ്ങളുടെ ഉപവാസം പ്രസിദ്ധമാക്കി. അപ്പൊ ഈ ഉപവാസം എന്തിനാ? കുഞ്ഞു കുട്ടികൾക്ക് ഒരു ശുഭയാത്ര ദൈവത്തോട് ചോദിക്കുവാൻ. ഉപവാസത്തിൽ തലമുറയ്ക്ക് ശുഭയാത്ര ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവാസ ദിവസങ്ങളിൽ തലമുറകൾക്ക് വിടുതൽ നടക്കണം. നടന്നേ മതിയാകത്തുള്ളൂ. നമ്മുടെ തലമുറകൾ വെളിപ്പെട്ടു വരേണ്ടതായ പല വിടുതലുകളും ഇരുട്ടിന്റെ ശക്തി
സംഭവിക്കണം. ഉപവാസത്തിന്റെ നാലാമത്തെ സാധ്യത ആ വാക്യത്തിൽ നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് വിടുതൽ നടക്കണം. ഭൗതിക വിഷയങ്ങൾക്ക് വിടുതൽ നടക്കണം. ചില പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഭൗതിക വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനൊന്നുമല്ല. ഏതെങ്കിലും വാക്യത്തിന്റെ മുറിയൊക്കെ എടുത്തൊന്ന് ഉപദേശം സ്ഥാപിക്കാൻ പാടില്ല. ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യശയ്യാ പുസ്തകത്തിന്റെ 21 ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും, അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ സകല സമ്പത്തിനും. അപ്പൊ സമ്പത്തിന്മേൽ ഇരുട്ടിന്റെ ശക്തികൾ കറുത്ത കഥകൾ വയ്ക്കും. നിന്റെ കൈകളിൽ അധ്വാനവരം നീ തിന്നു, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പൊ കൈകളുടെ അധ്വാനവരം നമുക്ക് ലഭിക്കാതെ വണ്ണം തടയുന്ന പോലുകളാണ്. വിദേശ നാടുകളിലൊക്കെ നമ്മൾ പോയി നമ്മുടെ പ്രിയപ്പെട്ടവർ കഷ്ടപ്പെടുന്ന മരുഭൂമിയിൽ ലഭിക്കേണ്ട നന്മ അവർക്ക് തക്ക സമയത്ത് ലഭിക്കുന്നില്ല. ഒഴിഞ്ഞ കൈകളുമായി മടങ്ങി വരുന്നു. ഇത് നമ്മുടെ സഭയിൽ ആർക്കും സംഭവിക്കരുത്. നമ്മുടെ തലമുറ, നമ്മുടെ പ്രിയപ്പെട്ടവർ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ പരിണിത ഫലം അവരുടെ കയ്യിൽ വന്നേ മതിയാകത്തുള്ളൂ. ദുഷ്ടന്റെ ചെങ്കോൽ നമ്മുടെ അവകാശത്തിന്മേൽ ഇരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഭൗതിക വിഷയങ്ങൾക്ക് ഉപവാസ ദിവസങ്ങളിൽ വിടുതൽ നടക്കണം. അത് നടന്നേ മതിയാകും. ഇനി 5, ഉപവാസത്തിന്റെ 5ാമത്തെ സാധ്യത വചന വെളിപ്പാടുകൾ ലഭിക്കുന്നത് കൂടുതലും ഉപവാസ ദിവസങ്ങളിലാണ്. അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വചന വെളിപ്പാട് കിട്ടും. എങ്കിലും ഉപവസിച്ച ദൈവജനം വായിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, ആഴമുള്ള വചന വെളിപ്പാടുകൾ ഉപവാസ ദിവസങ്ങളിലാണ് ലഭിക്കുന്നത്. മോശ 40 ദിവസം ഉപവസിച്ചുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. നമ്മുടെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവ പ്രമാണം മോശയുടെ കയ്യിലേക്ക് കൊടുത്തു. മോശ പ്രമാണം വാങ്ങിക്കുന്നത് അവന്റെ ഉപവാസ ദിവസങ്ങളിലാണ്. വചനത്തിന്റെ പ്രമാണം, വചനത്തിന്റെ ആഴമുള്ള വെളിപ്പാടുകൾ, ആഴമുള്ള പ്രമാണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഉപവാസ ദിവസങ്ങളിലാണ്. ഉപവാസത്തിന്റെ 6ാമത്തെ സാധ്യത ആഴമുള്ള ആത്മീയ വെളിപ്പാടുകൾ ലഭിക്കുന്നത് ഉപവാസ ദിവസങ്ങളിലാണ്. അല്ലാതെ നമ്മൾ കാണുന്ന വെളിപ്പാട് എങ്കിലും ആഴമുള്ള വെളിപ്പാടുകൾ കാണുവാൻ സാധ്യത കൂടുതലുള്ളത് നമ്മുടെ ഉപവാസ ദിവസങ്ങളിലാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം നമ്മൾ നേരത്തെ അതിലെ ചില വാക്യങ്ങൾ കണ്ടു. ആ 10-ാം അധ്യായത്തിൽ 2-ാം വാക്യം, 3-ാം വാക്യം, 7-ാം വാക്യം ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ 21 ദിവസം ദാനിയേൽ ഉപവസിക്കുകയാണ്. അവൻ ആഴമുള്ള വെളിപ്പാടുകൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദർശനങ്ങൾ കണ്ടത് ദാനിയേൽ, ആഴമുള്ള ദർശനങ്ങൾ കണ്ടത് അവന്റെ ഉപവാസ ദിവസങ്ങളിലാണ്. ഉപവാസത്തിന്റെ 7ാമത്തെ സാധ്യത ജീവിതങ്ങൾ ശുശ്രൂഷയ്ക്കായി വേർതിരിയപ്പെടുന്നത്, സമർപ്പിക്കപ്പെടുന്നത് ഉപവാസ ദിവസങ്ങളിലാണ്. ജീവിതങ്ങൾ ശുശ്രൂഷയ്ക്കായി വേർതിരിയപ്പെടുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അന്ത്യോക്യയിലെ സഭയിൽ ആ സഭ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ആലോചന പറയുന്നു, ശൗലിനെയും ബർന്നബാസിനെയും എന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണം. ഉപവാസ ദിവസങ്ങളിലാണ് ശുശ്രൂഷയ്ക്കായി ദൈവദാസന്മാർ വേർതിരിയപ്പെട്ടത്. ശുശ്രൂഷയ്ക്കായി ആഴമുള്ള സമർപ്പണങ്ങൾ എടുക്കുന്നത് ഉപവാസ ദിവസങ്ങൾ. ശുശ്രൂഷയ്ക്കായി വിളിയുണ്ടാക്കുന്നത്, ശുശ്രൂഷയ്ക്കായി വേർതിരിയപ്പെടുന്നതൊക്കെയും ഈ ഉപവാസ ദിവസങ്ങളിലാണ്. ഉപവാസത്തിന്റെ 8ാമത്തെ സാധ്യത നമ്മുടെ വിളിയെ പറ്റി, നമ്മുടെ ശുശ്രൂഷയെ പറ്റി ഉള്ള വെളിപ്പാട് ലഭിക്കുന്നതും ഉപവാസ ദിവസങ്ങളിലാണ്. നമ്മുടെ ശുശ്രൂഷയെ പറ്റി, നമ്മുടെ പണിയെ പറ്റി ആ മോശയുടെ ഉപവാസം തന്നെയാണ് ദൃഷ്ടാന്തം, തെളിവ്. 40 ദിവസം ഉപവസിച്ച മോശ സീനായി പർവ്വതത്തിൽ ഇരിക്കുമ്പോഴാണ് സമാഗമന കൂടാരത്തിന്റെ പണിയുടെ വെളിപ്പാട് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത്. അവനെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പണിയുണ്ട്. ജനത്തെ നയിക്കുക മാത്രമല്ല,
ഒരു പണിയും ഇവരെ കൊണ്ട് ചെയ്യണം. ആ പണിയുടെ വെളിപ്പാട് മോശ